PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം അധ്യക്ഷനായി നിയമിതനായി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് നിർണായക പ്രഖ്യാപനം നടത്തി. പിണറായിസം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയ അൻവർ UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചു. അതേസമയം ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിപ്പറയുകയും പരിഹസിക്കുകയും ചെയ്തു. രാവിലെ 9:30 MLA ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയ PV അൻവർ നേരെ നിയമസഭാ മന്ദിരത്തിലെത്തി. തന്റെ വാഹനത്തിലെ MLA എന്നെഴുതിയ ബോർഡ് മറച്ചുവെച്ചായിരുന്നു യാത്ര. സ്പീക്കറെ നേരിട്ട് കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചു. അതിനുശേഷം മുൻ MLA ആയി നിയമസഭയിൽ നിന്നും പടിയിറങ്ങി. തുടർന്ന് നേരത്തെ അറിയിച്ചിരുന്നത് പ്രകാരം വാർത്താ സമ്മേളനത്തിനെത്തി. തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുക്കാൻ MLA സ്ഥാനം തടസ്സമായതിനാൽ രാജി സമർപ്പിച്ചതായി മാധ്യമങ്ങളെ അറിയിച്ചു. എന്നാൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമ്പോൾ താൻ മത്സരിക്കില്ല എന്ന നിർണായക പ്രഖ്യാപനവും ഉണ്ടായി. പിണറായിസം അവസാനിപ്പിക്കുക എന്ന തന്റെ ലക്ഷ്യം നിറവേറ്റാൻ UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്നും വിശദീകരണം. നിലമ്പൂരിൽ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഈ സർക്കാരിൻ്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട്. എന്നാൽ തന്റെ സിറ്റിംഗ് മണ്ഡലം ഒഴിയുമ്പോൾ മലയോര മേഖലയിൽ ക്രൈസ്തവരുടെ പ്രാതിനിധ്യം കണക്കിലെടുത്ത മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. അതിലുപരി നിലമ്പൂരിലെ കോൺഗ്രസ് നേതാവും തന്റെ എതിർ സ്ഥാനാർത്ഥിയുമായിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിപ്പറയുകയും പരിഹസിക്കുകയും ചെയ്തു. ആര്യാടന്റെ മകനാ ഉള്ളിപ്പം സിനിമക്ക് എടുത്ത് നടക്കുന്ന കേട്ടോ. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. TMCയുമായി ആലോചിച്ച ശേഷം UDF പ്രവേശനത്തിനായി ഔദ്യോഗികമായി കത്ത് നൽകുമെന്നും PV അൻവർ അറിയിച്ചു. എന്നാൽ കോൺഗ്രസിലേക്ക് പ്രവേശനം നേടാൻ തുടക്കത്തിൽ നടത്തിയ ശ്രമങ്ങളെ ചില നേതാക്കൾ തടയിട്ടു എന്ന വാർത്തകൾ അൻവർ തള്ളി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.